ജീസസ് റെയിൻസ്, യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാൻ കണ്ട ഒരു സ്വപ്നം, കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുന്നമേ ഞാൻ കണ്ട ഒരു സ്വപ്നം വിശദീകരിക്കുവാൻ വേണ്ടിയാണ് ഈ എപ്പിസോഡിൽ ഈ അവസരം വിനിയോഗിക്കുന്നത്. അതിലൂടെ നമുക്ക് നല്ല ഒരു സന്ദേശം ലഭിക്കും. സ്വപ്നത്തിലൂടെ കർത്താവിന് നമ്മോട് സംസാരിക്കുവാൻ കഴിയും. ദൈവത്തിൻ്റെ വചനത്തിലൂടെ വലിയവനാകുന്ന ദൈവം നമ്മോട് സംസാരിക്കും. പ്രവാചകന്മാരിലൂടെ അവിടുന്ന് നമ്മോട് സംസാരിക്കും. ദർശനങ്ങളിലൂടെ അവിടുന്ന് നമ്മോട് സംസാരിക്കും. കർത്താവിന് ദർശനങ്ങളിലൂടെ സംസാരിക്കുവാൻ കഴിയും. മാത്രവുമല്ല, കർത്താവിന് സ്വപ്നങ്ങളിലൂടെ നമ്മോട് സംസാരിക്കുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ പരിശുദ്ധാത്മാവ് സ്വപ്നങ്ങളിലൂടെ മനുഷ്യരോട് സംസാരിക്കുന്നത് കാണുവാൻ കഴിയുന്നു. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 7-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ദാനിയേലിനുണ്ടായ അനുഭവം ദാനിയേൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ബാബേൽ രാജാവായ ബെൽഷസ്സറിൻ്റെ 1-ാം ആണ്ടിൽ ദാനിയേൽ ഒരു സ്വപ്നം കണ്ടു. അവന് കിടക്കയിൽ വെച്ച് ദർശനങ്ങൾ ഉണ്ടായി. അവൻ സ്വപ്നം എഴുതി കാര്യത്തിൻ്റെ സാരം വിവരിച്ചു. അവൻ സ്വപ്നം എഴുതി. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവം നിങ്ങൾക്ക് ഒരു സ്വപ്നം നൽകുമ്പോൾ അത് വിലപിടിപ്പുള്ളത് എന്ന് കണ്ട് അതിനെ ഗൗരവമായി എടുക്കണം. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ അത്തരത്തിലുള്ള സ്വപ്നങ്ങൾ എഴുതി വയ്ക്കുന്നത് നല്ലതാകുന്നു. ഞങ്ങളുടെ പക്കൽ സ്വപ്നം എഴുതുവാൻ വേണ്ടിയുള്ളൊരു ഡയറിയുണ്ട്. കഴിഞ്ഞു പോയ നാളുകളിൽ ലഭ്യമായ ചില സ്വപ്നങ്ങൾ, വളരെ പ്രധാനപ്പെട്ട സ്വപ്നങ്ങൾ, ദർശനങ്ങൾ ഞങ്ങൾ ആ ഡയറിയിൽ എഴുതി വച്ചിട്ടുണ്ട്. ദാനിയേൽ അത് ചെയ്തു. ബാബേൽ രാജാവായ ബെൽഷസ്സറിൻ്റെ 1-ാം ആണ്ടിൽ ദാനിയേൽ ഒരു സ്വപ്നം കണ്ടു. അവന് കിടക്കയിൽ വെച്ച് ദർശനങ്ങൾ ഉണ്ടായി. അവൻ സ്വപ്നം എഴുതി കാര്യത്തിൻ്റെ സാരം വിവരിച്ചു. ഹബക്കുക്ക് പ്രവാചകൻ്റെ പുസ്തകത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ 2-ാമത്തെ അധ്യായം 2-3 വാക്യങ്ങൾ, യഹോവ എന്നോട് ഉത്തരമരുളിയത്, നീ ദർശനം എഴുതുക, നീ സ്വപ്നം എഴുതുക, നീ പ്രവചനം എഴുതുക, നീ വചനം എഴുതുക, നീ ദർശനം എഴുതുക, ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. ദർശനത്തിന് ഒരവധി വച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. അത് വരും, നിശ്ചയം താമസിക്കുകയുമില്ല. എനിക്ക് മറ്റൊരു രാജ്യത്ത് പോകുവാനുള്ളൊരു അവസരം ലഭിച്ചു. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്തു. ജൂലൈ മാസം 23-ാം തീയതി ആ രാജ്യത്ത് എത്തിച്ചേർന്നു. അന്ന് രാത്രിയിൽ എൻ്റെ പ്രിയ സുഹൃത്ത് ജോൺ KY അവറുകളുടെ ഭവനത്തിൽ ഞാൻ അന്ന് പാർത്തു. അന്ന് രാത്രിയിൽ 23-ാം തീയതി രാത്രിയിൽ യാത്ര ചെയ്ത് വന്ന് ആ യാത്രാക്ഷീണത്തോടുകൂടെ കിടന്നുറങ്ങി. നല്ല ഉറക്കം, സുഖകരമാകുന്ന ഉറക്കം. ജൂലൈ മാസം 24-ാം തീയതി പ്രഭാതത്തിൽ ഞാൻ എഴുന്നേൽക്കുന്നതിന് മുന്നമേ ഒരു സ്വപ്നം കണ്ടുകൊണ്ടാണ് എഴുന്നേറ്റത്. ആ സ്വപ്നത്തിൽ ഒരു സന്ദേശമുണ്ട്. ആ സ്വപ്നം ഒരു രാജ്യത്തെക്കുറിച്ചൊരു കോണ്ടിനെൻറ്റിനെ കുറിച്ച്, ഒരു ഭൂഖണ്ഡത്തെക്കുറിച്ചുള്ള സന്ദേശമാകുന്നു. മാത്രമല്ല, ആ സ്വപ്നത്തിലൂടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സന്ദേശം സ്വീകരിക്കുവാൻ കഴിയും. നിങ്ങളായിരിക്കുന്ന ദേശങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളാരാകുന്നു, ക്രിസ്തുവിൽ നിങ്ങൾ ആരാകുന്നു എന്നുള്ള ആ വെളിപ്പാടിൽ നിങ്ങൾ ഓരോരുത്തരും തങ്ങൾക്കുള്ള സ്ഥാനങ്ങളിൽ അവരവരുടെ അധികാരം ഉപയോഗിക്കുവാൻ തയ്യാറാകുകയാണ് എങ്കിൽ ഈ കാലഘട്ടത്തിൽ അസാധാരണ കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു. ആ സ്വപ്നം ആ നിലയിൽ ആഴമുള്ളതാകുന്നു. അതെൻ്റെ ജീവിതത്തെ ആഴത്തിൽ സ്പർശിച്ച ഒരു സ്വപ്നമാണ്. അതിൻ്റെ വ്യാഖ്യാനം കൃത്യമായി ലഭ്യമായതും ഒരു വലിയ അനുഗ്രഹമായി തീർന്നു. പലപ്പോഴും സ്വപ്നങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് എങ്കിൽ പോലും അതിന് കൃത്യമാകുന്ന വ്യാഖ്യാനങ്ങൾ ലഭിക്കാത്തത് കൊണ്ട് സന്ദേശം കൃത്യമാകുന്നില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉദ്ദേശിക്കുന്ന സന്ദേശം നമുക്ക് ലഭിക്കുന്നില്ല. ആ സ്വപ്നം പ്രയോജനമായി തീരില്ല.
ഒരു സന്ദേശം ലഭിച്ചെങ്കിൽ മാത്രമേ ആ സന്ദേശത്തിലൂടെ ചില പ്രായോഗിക കാര്യങ്ങൾ നടപ്പിലാക്കുവാനുണ്ട്. അത് നമുക്ക് നടപ്പിലാക്കുവാൻ കഴിയും. അങ്ങനെ നമ്മൾ നടപ്പിലാക്കുമ്പോഴാകുന്നു ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മിൽ നാമായിരിക്കുന്ന ദേശങ്ങളിൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയുന്നത്. 24-ാം തീയതി രാവിലെ ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുന്നമേ ആ ഉറക്കത്തിൻ്റെ അവസാന സമയത്ത് കാണുന്ന സ്വപ്നം ഇതാകുന്നു. ഞാനും എൻ്റെ ഒപ്പം ചിലരുമുണ്ട്. ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ഒരു രാജ്യത്തായിരിക്കുന്നു. ഏത് രാജ്യമെന്നറിയില്ല. ആ രാജ്യത്തെ പ്രസിഡൻറ്റിനെ കാണുവാൻ ഞങ്ങൾക്കൊരു അപ്പോയിൻമെൻറ്റ് ലഭിക്കുകയാണ്. അങ്ങനെ ആ പ്രസിഡൻറ്റിൻ്റെ ചേംബറിൻ്റെ അരികിൽ, ആ മുറിയുടെ അരികിൽ എത്തിച്ചേരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി പ്രസിഡൻ്റ് അവിടെ ഇല്ല. മുറിക്കകത്തേക്ക് നോക്കിയപ്പോൾ മറ്റു ചിലരും പ്രസിഡൻറ്റിനെ കാത്തിരിക്കുന്നുണ്ട്. അതോടൊന്നിച്ച് തന്നെ പ്രസിഡൻറ്റിൻ്റെ സബോർഡിനേറ്റ്സ്, പ്രസിഡൻറ്റിൻ്റെ ഓഫീസിൽ ആയിരിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാർ അവിടെ ഉണ്ട് എന്ന് മനസ്സിലായി. ഞാനും അകത്തേക്ക് പ്രവേശിച്ചു. എൻ്റെ ഒപ്പമുള്ളവരും അകത്തേക്ക് പ്രവേശിച്ചു. എനിക്ക് ഇരിക്കുവാൻ സ്ഥലം ലഭിച്ചത് പ്രസിഡൻറ്റിൻ്റെ ഉന്നതനാകുന്ന, പ്രസിഡൻറ്റുമായുള്ള ബന്ധത്തിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഒരു ഒഫീഷ്യലിൻ്റെ അരികിൽ, വളരെ ഇൻഫ്ലുവൻഷ്യലാകുന്ന ഒരു വ്യക്തിയുടെ അരികിലാണ് എനിക്ക് ഇരിക്കുവാൻ അവസരം ലഭിച്ചത്. ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ശ്രദ്ധിച്ചു, എന്താണ് അവിടെ നടക്കുന്നത്? വിചിത്രം. അവിടെ ഒരു ലേലം നടക്കുകയാണ്, ഒരു ഓപ്ഷനിങ് നടക്കുകയാണ്. ലേലം നടക്കുന്നു. പ്രസിഡൻറ്റിൻ്റെ ഓഫീസിൽ ഒരു ലേലം നടക്കുന്നു. ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അതിലും വിചിത്രം, എന്നെ കുറെ കൂടെ നടുക്കിയത്, ആ ലേലത്തിൽ അവർ ലേലത്തിനു വേണ്ടി വച്ചിരിക്കുന്ന വസ്തു എന്ന് പറയുന്നത് എൻ്റെ പിതാവിൻ്റെ റിസ്റ്റ് വാച്ച് ആകുന്നു. വളരെ ശ്രദ്ധേയമാകുന്ന ഒരു സ്വപ്നം. ഈ സ്വപ്നം കാണുമ്പോൾ തന്നെ നമുക്കിത് വിചിത്രമായി തോന്നും. ഒരു പ്രസിഡൻറ്റിൻ്റെ ഓഫീസിനകത്ത് ലേലം നടക്കുന്നു. ആ ലേലത്തിന് വെച്ചിരിക്കുന്നത് എൻ്റെ പിതാവിൻ്റെ വാച്ച്. ആ ലേലം തുടങ്ങി. ഒരാൾ $10 പറഞ്ഞു. ഡോളറിലാണ് ലേലം നടക്കുന്നത്. $10 പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് ഒരു കാര്യം മനസ്സിലാക്കുകയാണ്. എൻ്റെ അടുത്താണ് ഏറ്റവും ഇൻഫ്ലുവൻഷ്യലായിട്ടുള്ള ഈ മനുഷ്യനിരിക്കുന്നത്. അദ്ദേഹമാണ് ഈ ലേലത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അദ്ദേഹമാണ് ഈ ലേലത്തിന് വേണ്ടി ചുമതലപ്പെട്ടിരിക്കുന്ന ആൾ. അദ്ദേഹത്തിൻ്റെ മനസ്സിരിപ്പ് എനിക്ക് മനസ്സിലാകുകയാണ്. അദ്ദേഹത്തിന് ഒളിഞ്ഞിരിക്കുന്ന ഒരു പദ്ധതിയുണ്ട്, ഒരു ഹിഡൻ അജണ്ടയുണ്ട് എന്ന് മനസ്സിലായി. എന്താണത്? ഈ റോളക്സ് വാച്ച് എനിക്ക് തട്ടിയെടുക്കണം, ഇത് എനിക്കുള്ളതാണ്. ഇവന്മാരൊക്കെ വില പറയട്ടെ, വില പറഞ്ഞതിന് ശേഷം അത് കഴിഞ്ഞ് ഇവരെല്ലാം എത്തിച്ചേരും. മാക്സിമം പരമാവധി വിലയിൽ എത്തിച്ചേരുമ്പോൾ അവിടെ ഞാൻ കുറച്ചു നേരം ശ്രദ്ധിച്ചിരുന്നതിന് ശേഷമായിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ ഒരു വലിയ വില പറയാൻ പോകുകയാണ്. ഞാനിത് തട്ടിയെടുക്കാൻ പോകുകയാണ്. ഇയാൾ ഈ പദ്ധതിയുമായിട്ടാണ് ഇരിക്കുന്നത്. ഈ ലേലത്തിൻ്റെ ചുമതലയിലുള്ള, നേതൃത്വത്തിലുള്ള ഏറ്റവും ഇൻഫ്ലുവൻഷ്യലായിട്ടുള്ള, ഈ ഓഫീസിലെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യലായിട്ടുള്ള ഈ മനുഷ്യൻ തൻ്റെ മറഞ്ഞിരിക്കുന്ന പദ്ധതി, ഹിഡൻ അജണ്ടയുമായിട്ടാണ് അദ്ദേഹം ഇരിക്കുന്നത്. ലേലം നടക്കുകയാണ്. ഒരാൾ $10 പറഞ്ഞു, തൊട്ടടുത്താൾ $15 പറഞ്ഞു, ഒരാൾ $20 പറഞ്ഞു, മറ്റൊരാൾ $25 പറഞ്ഞു. ഇത്രയും വിലപിടിപ്പുള്ള ഈ വാച്ചിന് $25 എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടിയാൽ 3000 രൂപയാകുന്നുള്ളൂ. $25 അത് പരമാവധിയാണ്. അതിൻ്റെ മുകളിൽ വിളിക്കാൻ ആരും തയ്യാറല്ലെന്ന് വ്യക്തം. അങ്ങനെ $25 അത് വന്ന് നിൽക്കുകയാണ്. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ മാൻ, അദ്ദേഹം $100 വില പറയുകയാണ്. $25 പരമാവധി, വേറെ ആരും ഇനി വിളിക്കില്ല. ഇയാൾ കാത്തിരുന്നതിന് ശേഷം ഇനിയും ഒരു മനുഷ്യനും ഇതിൻ്റെ മുകളിൽ ഉയർത്തി വിളിക്കരുത്. അതിനുവേണ്ടി ഇയാൾ വിളിച്ചു $100. അദ്ദേഹം ആ വില വിളിച്ചു പറയുകയാണ്, $100. അദ്ദേഹത്തിന് ആ വാച്ച് ലഭിക്കാൻ പോകുന്നു. വില ഉറപ്പിക്കുവാൻ പോകുകയാണ്, ലേലം ഉറപ്പിക്കുവാൻ പോകുകയാണ്, തീർപ്പ് കൽപ്പിക്കുവാൻ പോകുന്നു. ആ സമയത്ത് തൊട്ടടുത്തിരിക്കുന്ന എൻ്റെ അകത്ത് എന്തോ ഒന്ന് ഇരച്ചു കയറുകയാണ്. ഒരു രോഷം ഇരച്ചു കയറുകയാണ്. എൻ്റെ ഹൃദയത്തിൽ എന്തോ ഒരു പ്രത്യേക അനുഭവം ഉയർന്നു വരികയാണ്. ഞാൻ എഴുന്നേറ്റ് നിന്നു.
ഞാൻ എഴുന്നേറ്റ് നിന്നതിന് ശേഷം ഞാൻ പറയുകയാണ്, ഇതെൻ്റെ ഫാദേഴ്സ് പ്രോപ്പർട്ടി ആകുന്നു. ദിസ് ഈസ് മൈ ഫാദേഴ്സ് പ്രോപ്പർട്ടി. ഇത് എൻ്റെ അപ്പൻ്റെ സമ്പത്താകുന്നു. ഇതെൻ്റെ പിതാവിൻ്റെ സ്വത്താകുന്നു. ഞാനാണ് അതിൻ്റെ അവകാശി. ഇതെൻ്റെ പിതാവിൻ്റെ സ്വത്താകുന്നു. ഞാനാണ് അതിൻ്റെ അവകാശി. ഞാനിത് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ ലേലത്തിൻ്റെ ഭാഗമായിരുന്ന എല്ലാ വ്യക്തികളും നിശബ്ദരായി. അവർക്ക് പിന്നൊന്നും പറയാൻ കഴിയുന്നില്ല. ഇതാ ഒരവകാശി വന്നിരിക്കുന്നു, ഒരു പുത്രൻ എഴുന്നേറ്റിരിക്കുന്നു. പുത്രൻ എഴുന്നേറ്റിട്ട് പറയുകയാണ്, ഇതെൻ്റെ അപ്പൻ്റെ സ്വത്താകുന്നു, ഇതെൻ്റെ ഫാദേഴ്സ് പ്രോപ്പർട്ടി ആകുന്നു, ഇതെൻ്റെ പിതാവിൻ്റെ സ്വത്താകുന്നു എന്നൊരു പുത്രൻ പറയുകയാണ്. പുത്രൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എത്ര ഇൻഫ്ലുവൻഷ്യലായിട്ടുള്ള വ്യക്തിയാണെങ്കിലും ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അവർ നിശബ്ദരായി. അവർ നിശബ്ദരാകുക മാത്രമല്ല, ഈ വാച്ച് പുത്രന് കൊടുക്കുവാൻ, അവകാശിയാകുന്ന പുത്രന് കൊടുക്കുവാൻ അവർ നിർബന്ധിതരായിത്തീരുന്നു. സ്വപ്നം മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് $10 എനിക്ക് നൽകി തരണം. എന്നാൽ അവർ എനിക്ക് തരുവാൻ തയ്യാറാകുന്നു. പുത്രനാകുന്നതിനാൽ പുത്രൻ്റെ അവകാശം പുത്രന് കൊടുക്കുവാൻ അവർ തയ്യാറാകുന്നു. കാരണം പുത്രൻ പറയുന്നത്, ദിസ് ഈസ് മൈ ഫാദേഴ്സ് പ്രോപ്പർട്ടി, ഇതെൻ്റെ അപ്പൻ്റെ സ്വത്താകുന്നു എന്ന് പുത്രൻ പറഞ്ഞിരിക്കുന്നതിനാൽ ആ ഒരു അവകാശത്തിൻ്റെ മുൻപിൽ തടസ്സം നിൽക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ആ ശക്തികളെല്ലാം സമ്മതിക്കുകയാണ് പുത്രനിത് കൊടുക്കുക. പുത്രനാണ് ഇതിൻ്റെ അവകാശി. ആ ഒരു പ്രത്യേകമാകുന്ന നിമിഷം, ആ ഒരു പ്രത്യേക സമയം എന്ന് പറയുന്നത് ഒരു കൈറോസ് ടൈം പോലെയാണ്. ആ സ്വപ്നത്തിനകത്ത് ആ ഒരു സമയം, ആ പുത്രൻ എഴുന്നേറ്റ് തൻ്റെ അവകാശം വിളിച്ചു പറയുമ്പോൾ അതൊരു കൈറോസ് ടൈമാണ്. മൊത്തത്തിൽ അന്തരീക്ഷം മാറി. ലേലത്തിന് വേണ്ടി വച്ചിരുന്ന വസ്തു, മറ്റാരോ ഇത് തട്ടിയെടുക്കുവാൻ വേണ്ടി ഒരുങ്ങിയിരുന്ന വസ്തു, ഇതാ പുത്രൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അതൊരു കൈറോസ് ടൈമാണ്. അത്ഭുതകരം. പുത്രനത് ലഭിക്കുവാൻ പോകുന്നു. എന്നാൽ അവരത് $10 നൽകാൻ തയ്യാറല്ല. അവർ പറയുന്നത് $100 നൽകി തരണം. $100 അവർ സമ്മതിച്ചു. പുത്രനിത് എടുക്കാം. പുത്രൻ അവകാശിയാണ്. എന്നാൽ പുത്രൻ്റെ ഫാദേഴ്സ് പ്രോപ്പർട്ടി ഇപ്പോൾ ലേലത്തിനായിപ്പോയി. അത് മറ്റൊരു വിചിത്രമാകുന്ന കാര്യമാണ്. പുത്രൻ അവകാശിയാകുന്ന പുത്രൻ്റെ സ്വന്തമായിരിക്കേണ്ടതാണ്. എന്നാൽ ഇത് പുത്രൻ്റെ കയ്യിൽ നിന്ന് പോയി ഇത് ലേലച്ചന്തയിൽ എത്തിച്ചേർന്നു. അവിടെ ഇപ്പോൾ പുത്രൻ അധികാരിയാകുന്നു എന്നുള്ള വെളിപ്പാടിൽ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞപ്പോൾ പുത്രന് ലേലച്ചന്തയിലായിരിക്കുന്നവർ പുത്രൻ്റെ അവകാശത്തെ തിരികെ കൊടുക്കുവാൻ തയ്യാറാണ്. പക്ഷേ അവരൊരു വില ചോദിക്കുന്നു. $100. ഒരു കറൻസിയാണ് അവർ ചോദിക്കുന്നത്. ഈ ഒരു ക്രയവിക്രയം നടക്കുവാൻ വേണ്ടി, ഈ ഒരു ട്രാൻസാക്ഷൻ നടക്കുവാൻ വേണ്ടി അവിടെ ഒരു കറൻസി ആവശ്യമാണ്. ആ കറൻസി തരിക. $100 ചോദിച്ചു കഴിഞ്ഞപ്പോൾ മറ്റൊരു നിസ്സഹായാവസ്ഥ ഞാൻ നേരിടുകയാണ്. ആ സ്വപ്നത്തിൽ ഞാൻ നിസ്സഹായനായി തീർന്നു. എൻ്റെ പക്കൽ ആ $100 ഇല്ല. അത് വേറൊരു നിസ്സഹായാവസ്ഥയാണ്. എൻ്റെ പക്കൽ ആ $100 കൊടുക്കുവാൻ $100 ഇല്ല. ഞാൻ എന്തു ചെയ്യും? ആ സമയത്താണ് പെട്ടെന്ന് ആരോ എൻ്റെ തോളിൽ തട്ടുന്നു. ഞാൻ പറഞ്ഞല്ലോ, സ്വപ്നത്തിൻ്റെ ആരംഭഭാഗത്ത് ഞാൻ തനിയല്ല, എൻ്റെ കൂടെ ചിലരുണ്ട്. പക്ഷേ ആരാണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ തോളിൽ ആരോ തട്ടിയപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എനിക്ക് കാണുവാൻ കഴിയുന്നത് പാസ്റ്റർ റൈസൻ തോമസ് അവറുകളെയാണ്. പാസ്റ്റർ റൈസൻ തോമസ് എനിക്ക് $100 നൽകി തരുന്നു. ഇതാണ് സ്വപ്നം. സ്വപ്നോടെ തിരികെയാണ്. റൈസൻ തോമസ് $100 എനിക്ക് നൽകി തരുന്നു എന്ന് പറയുമ്പോൾ ട്രാൻസാക്ഷൻ അവിടെ നടക്കുകയാണ്. ഞാൻ $100 കൊടുക്കുന്നു, കറൻസി കൊടുക്കുന്നു, എനിക്ക് എൻ്റെ അവകാശം ലഭിക്കുന്നു. അങ്ങനെയാണ് ആ സ്വപ്നം അവിടെ അവസാനിക്കുന്നത്. ആ ഭാഗം ഞാൻ കണ്ടില്ല. $100 എനിക്ക് ലഭിക്കുന്ന ആ ഭാഗം വരെയാണ് എനിക്ക് കാണുവാൻ കഴിഞ്ഞത്. സ്വപ്നത്തിൽ നിന്ന് ഞാൻ എഴുന്നേറ്റു. ഞാൻ എൻ്റെ വൈഫ് ഷീബയോട് പറഞ്ഞു, ഷീബ, ഡ്രീം ഡയറി എടുക്കുക. ഞാനൊരു ഡ്രീം കണ്ടിരിക്കുന്നു. ഡ്രീം ഞാൻ പറഞ്ഞു കൊടുത്തു. ഷീബ ഡ്രീം എഴുതുകയുണ്ടായി. ആ ഡ്രീം കണ്ടു കഴിഞ്ഞപ്പോൾ, ആ കണ്ട സമയത്ത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ആ ഡ്രീമിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചു, ഇതെനിക്ക് വേണ്ടിയുള്ള ഒരു ദൂതാണോ?
എൻ്റെ ചില അവകാശങ്ങൾ ഞാൻ പിടിച്ചെടുക്കുവാൻ വേണ്ടിയുള്ള ഒരു ദൂതാണോ എന്ന് ഞാൻ ചിന്തിച്ചു. എന്തായാലും ഷീബ സ്വപ്നം ഡയറിയിൽ എഴുതി വെച്ചു. ഞങ്ങൾ പ്രാർത്ഥിച്ചു. കർത്താവ് വളരെ വ്യക്തമായി ഞങ്ങൾക്ക് ആ ഡ്രീമിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ നൽകി തന്നു. ഞങ്ങൾക്ക് മനസ്സിലായി, ഒരു കോണ്ടിനെൻ്റ് ലേലത്തിനിട്ടിരിക്കുകയാണ്. പുത്രന്മാരുടെ അവകാശമാകുന്ന, പുത്രന്മാരുടെ സ്വന്തമായിരുന്ന ഒരു പ്രോപ്പർട്ടി, ഫാദേഴ്സ് പ്രോപ്പർട്ടി, ഒരു രാജ്യം, ഒരു കോണ്ടിനെൻ്റ് ലേലത്തിനിട്ടിരിക്കുകയാണ്. ലേലം നടക്കുന്നു. ഇപ്പോൾ ആ ലേലം നടന്നുകൊണ്ടിരിക്കുകയാണ്. ലേലച്ചന്തയിൽ ലേലം നടന്നുകൊണ്ടിരിക്കുന്നു. പ്രസിഡന്റിൻ്റെ ചേംബറിലാണ് ആ ലേലം നടക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് രാഷ്ട്രീയ സ്വാധീനങ്ങൾ, അധികാര കേന്ദ്രങ്ങൾ, അവിടെയാണ് ഈ കോണ്ടിനെന്റിൻ്റെ ലേലം നടക്കുന്നത്. ആ ലേലത്തിൽ ഇത് തട്ടിയെടുക്കുവാൻ വേണ്ടി എന്തോ ഒരു ശക്തമാകുന്ന ഇൻഫ്ലുവൻസ്, ഇന്ന് ലോകത്തെ സ്വാധീനിക്കുന്ന ഒരു ശക്തമാകുന്ന ഇൻഫ്ലുവൻസ് ഈ കോണ്ടിനെന്റിനെ സ്വന്തമാക്കുവാൻ വേണ്ടി, ഈ രാജ്യത്തെ സ്വന്തമാക്കുവാൻ വേണ്ടി ശ്രമം നടത്തുകയാണ്. ലേലച്ചന്തയിൽ ഈ കോണ്ടിനെന്റിനു വേണ്ടി, ഈ രാജ്യത്തിനു വേണ്ടി ലേലം നടക്കുന്നു. അവിടെയാണ് ദൈവപുത്രന്മാരുടെ ഉത്തരവാദിത്വം. ഇത് കണ്ടുകൊണ്ട് ദൈവപുത്രന്മാർ വെറുതെ ഇരിക്കരുത്. ദൈവപുത്രന്മാർ മനസ്സിലാക്കണം, നിങ്ങളുടെ സ്ഥാനം, ദൈവം നിങ്ങളെ ആക്കിയിരിക്കുന്ന പൊസിഷൻ, ദൈവം എവിടെയാണ് നിങ്ങളെ ആക്കിയിരിക്കുന്നത്, അതിനെക്കുറിച്ചുള്ള വെളിപ്പാട് സ്വീകരിച്ചുകൊണ്ട് ദൈവപുത്രന്മാർ അവരവരുടെ സ്ഥാനങ്ങളിൽ, അവരവരുടെ പൊസിഷനുകളിൽ എഴുന്നേറ്റ് നിൽക്കണം. എഴുന്നേറ്റ് നിന്നതിന് ശേഷം ഡിക്രീ ആൻഡ് ഡിക്ലെയർ, നിങ്ങൾ വിളിച്ചു പറയണം. ലേലം നടക്കുന്ന ലേലച്ചന്തയിലേക്ക് നോക്കി, ലേലം നടത്തുന്ന ആ അധികാരികളെ നോക്കി, അത് പിടിച്ചെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഇൻഫ്ലുവൻസുകളെ നോക്കി നിങ്ങൾ പറയണം, ദിസ് ഈസ് മൈ ഫാദേഴ്സ് പ്രോപ്പർട്ടി. ഇത് എൻ്റെ അപ്പൻ്റെ സമ്പത്താകുന്നു, ഇത് എൻ്റെ പിതാവിൻ്റെ സ്വത്താകുന്നു. ഞാനിത് വിട്ടുതരികയില്ല. ഞാനിതിൻ്റെ അവകാശിയാകുന്നു, ഞാനിതിൻ്റെ ഇൻഹെറിറ്ററാകുന്നു, ഞാനിതിൻ്റെ അവകാശിയാകുന്നു. അവകാശി എഴുന്നേറ്റ് നിന്ന് ഇത് വിളിച്ചു പറയുകയാണെങ്കിൽ പിന്നെ ഒരു ഇൻഫ്ലുവൻസിനും പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല, തടഞ്ഞു വയ്ക്കുവാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് അവകാശപ്പെട്ട അവകാശങ്ങൾ, രാജ്യങ്ങൾ, കോണ്ടിനെൻറ്റുകൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കയ്യിൽ തരാൻ പോകുകയാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ ട്രാൻസാക്ഷൻ നടക്കാൻ പോകുന്നു. ഈ ഇൻഫ്ലുവൻസുകൾക്ക് മനസ്സിലായി, ഇതാ ദൈവപുത്രന്മാർ എഴുന്നേറ്റ് നിൽക്കുകയാണ്, ദൈവപുത്രന്മാർ തങ്ങളുടെ അവകാശം പിടിച്ചെടുക്കുവാൻ പോകുകയാണ്. അവർ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു, ദിസ് ഈസ് മൈ ഫാദേഴ്സ് പ്രോപ്പർട്ടി, ഇതെൻ്റെ അപ്പൻ്റെ സ്വത്താകുന്നു എന്ന് അവർ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അവർ വിട്ടുതരുവാൻ തയ്യാറാകുന്നു. എന്നാൽ ആ ട്രാൻസാക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കറൻസി ആവശ്യമാണ്. ഇനിയുള്ള ഭാഗത്തിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ? ആ കറൻസി എന്താണ്? എന്താണ് ആ കറൻസി? തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ആരെയാണ് കാണുന്നത്? ഒരു റിവൈവലിസ്റ്റിനെയാണ് കാണുന്നത്. പാസ്റ്റർ റൈസൻ തോമസ് അവറുകൾ ഈ തലമുറയിലെ ഒരു റിവൈവലിസ്റ്റ് ആകുന്നു. ബാംഗ്ലൂർ ഉണർവിന് വേണ്ടി ദൈവം ഉപയോഗിച്ച റിവൈവലിസ്റ്റ് ആകുന്നു പാസ്റ്റർ റൈസൻ തോമസ് അവറുകൾ. ആ വ്യക്തിയല്ല, ദൈവം എന്താണ് അവിടെ നമുക്ക് നൽകുന്ന സന്ദേശം? അവിടെ നൽകുന്ന സന്ദേശം ഇതാണ്, ഈ കോണ്ടിനെൻ്റ്, ഈ രാജ്യം തിരികെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു ട്രാൻസാക്ഷൻ ആവശ്യമാണ്. ആ ട്രാൻസാക്ഷന് വേണ്ട കറൻസി എന്ന് പറയുന്നത് കറൻസി ഓഫ് റിവൈവൽ, ഉണർവിൻ്റെ കറൻസി കൊണ്ട് മാത്രമേ നിനക്ക് ഈ കോണ്ടിനെൻറ്റിനെ തിരിച്ചു പിടിക്കുവാൻ കഴിയത്തുള്ളൂ, ഈ രാജ്യത്തെ നിനക്ക് തിരികെ പിടിക്കുവാൻ കഴിയത്തുള്ളൂ. ആ ട്രാൻസാക്ഷൻ്റെ കറൻസി എന്ന് പറയുന്നത് കറൻസി ഓഫ് റിവൈവൽ. റിവൈവൽ എന്ന കറൻസി കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ദേശങ്ങളെ പിടിച്ചെടുക്കുവാൻ കഴിയുകയുള്ളൂ. ഒരു രാജ്യം, ഒരു കോണ്ടിനെൻറ്റ്, അതുമാത്രമല്ല, ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഇതിനകത്തൊരു ദൂതുണ്ട്. നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ദേശങ്ങൾ അത് നിങ്ങളുടെ അപ്പൻ്റെ പ്രോപ്പർട്ടിയാണ്. നിങ്ങൾ ദൈവപുത്രന്മാരാകുന്നുവെങ്കിൽ നിങ്ങളുടെ ഹെവൻലി ഫാദറിൻ്റെ പ്രോപ്പർട്ടിയാണ്. യുവർ ഫാദേഴ്സ് പ്രോപ്പർട്ടി. ആ ദേശം വിട്ടുകൊടുക്കരുത്, ആ രാജ്യം വിട്ടുകൊടുക്കരുത്. അത് നിങ്ങളുടെ ഫാദേഴ്സ് പ്രോപ്പർട്ടിയാണ്, ഹെവൻലി ഫാദേഴ്സ് പ്രോപ്പർട്ടിയാണ്.
അതിപ്പോൾ ഏതെങ്കിലും അന്യായ ശക്തികൾ ലേലത്തിനിട്ടിരിക്കുകയാണെങ്കിൽ, ചില അന്യായ ശക്തികൾ അത് പിടിച്ചെടുത്തിരിക്കുകയാണെങ്കിൽ തിരികെ പിടിക്കണം, തിരികെ പിടിക്കണം, തിരികെ പിടിക്കണം. എങ്ങനെ തിരികെ പിടിക്കുവാൻ കഴിയും? നിങ്ങളെ ആക്കിയിരിക്കുന്ന ദൗത്യങ്ങളിൽ, ഉത്തരവാദിത്തങ്ങളിൽ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം. നിങ്ങൾ അതിൽ ആക്റ്റീവാകണം, സജീവമാകണം. പ്രസംഗിക്കുവാൻ വേണ്ടി ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങളതിൽ സജീവമാകണം. പ്രാർത്ഥിക്കുവാൻ വേണ്ടി ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങളതിൽ സജീവമാകണം. തെരുവുകളിലൂടെ നടന്നു പ്രാർത്ഥിക്കണം. ഇനി വരാൻ പോകുന്ന അടുത്തൊരു 3 വർഷം വളരെ ശക്തമായി പ്രാർത്ഥിച്ചോ. എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ തന്നെ ഉണർവുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിശക്തമാകുന്ന ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് അടുത്തൊരു 3 വർഷം ശക്തമായി പ്രാർത്ഥന വർദ്ധിപ്പിച്ചോണം. പട്ടണങ്ങളിലൂടെ നടന്നു പ്രാർത്ഥിക്കണം. വാഹനങ്ങളുണ്ടെങ്കിൽ വാഹനങ്ങളിൽ സഞ്ചരിച്ച് പ്രാർത്ഥിക്കണം. പ്രഭാത സമയത്ത് എഴുന്നേറ്റ് നടന്നു പ്രാർത്ഥിക്കണം. വിവിധ നിലകളിലുള്ള പ്രയറിൻ്റെ സ്ട്രാറ്റജികൾ നടപ്പിലാക്കുവാൻ നിങ്ങൾ തയ്യാറാകുക. ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കണം. ചില പട്ടണങ്ങളുടെ പ്രധാന ഭാഗങ്ങളിൽ പോയി അവിടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ്, ഒരു ഗിറ്റാർ ഉണ്ടെങ്കിൽ ആ ഗിറ്റാർ എടുത്ത് പാട്ടുപാടി ആരാധിച്ച് പ്രാർത്ഥിക്കണം. ചില 2-3 പേർ മതി. അങ്ങനെ പ്രാർത്ഥന സജീവമാകേണ്ട ഒരു സമയമാണിത്. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ, ആ പൊസിഷനിൽ നിങ്ങൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഡിക്രീ ആൻഡ് ഡിക്ലെയർ, ഇത് എൻ്റെ ഫാദേഴ്സ് പ്രോപ്പർട്ടി ആകുന്നു, ഇത് എൻ്റെ അപ്പൻ്റെ സ്വത്താകുന്നു, ഇത് എൻ്റെ പിതാവിൻ്റെ സമ്പത്താകുന്നു, ഞാൻ അതിൻ്റെ അവകാശിയാണ്. ഓരോരുത്തരും പറയുക. ഓരോ ഗ്രാമങ്ങളിലും, ഓരോ പട്ടണങ്ങളിലും, ഓരോ സ്ട്രീറ്റുകളിലും ദൈവമാക്കി വച്ചിരിക്കുന്ന ഭക്തന്മാർ ഓരോ വീടുകളിലും അവരവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ അവർ എഴുന്നേറ്റ് നിൽക്കുകയാണെങ്കിൽ, ആ ഉത്തരവാദിത്തങ്ങളിൽ അവർ സജീവമാകുകയാണ് എങ്കിൽ, അവർ ആക്റ്റീവാകുകയാണ് എങ്കിൽ, അവർ എഴുന്നേറ്റ് നിന്ന് പ്രഖ്യാപിക്കുന്നു, ഇത് എൻ്റെ ഫാദേഴ്സ് പ്രോപ്പർട്ടി ആകുന്നു, ഈ രാജ്യം എൻ്റെ ഫാദേഴ്സ് പ്രോപ്പർട്ടി ആകുന്നു, ഈ കോണ്ടിനെൻ്റ് എൻ്റെ ഫാദേഴ്സ് പ്രോപ്പർട്ടി ആയിരിക്കുന്നു, ഈ വില്ലേജ്, ഞാനായിരിക്കുന്ന ഈ വില്ലേജ് എൻ്റെ ഫാദേഴ്സ് പ്രോപ്പർട്ടി ആകുന്നു, ഞാനായിരിക്കുന്ന ഈ പട്ടണം എൻ്റെ ഫാദേഴ്സ് പ്രോപ്പർട്ടി ആകുന്നു, ഇതെൻ്റെ അപ്പൻ്റെ സ്വത്താകുന്നു, ഇതെൻ്റെ പിതാവിൻ്റെ സമ്പത്താകുന്നു, ഞാൻ അതിൻ്റെ അവകാശിയാണ്. നിങ്ങളത് പറയുവാൻ തയ്യാറാകുകയാണ് എങ്കിൽ കർത്താവ് ഒരു കറൻസി നിങ്ങളുടെ കയ്യിൽ തരാൻ പോകുകയാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചെയ്യുവാൻ തയ്യാറായാൽ പരിശുദ്ധാത്മാവ് ഒരു കറൻസി തരുവാൻ പോകുന്നു. ആ കറൻസി റിവൈവലാണ്. നിങ്ങളായിരിക്കുന്ന ദേശത്ത് ഉണർവ് സംഭവിക്കുവാൻ പോകുന്നു. നിങ്ങളായിരിക്കുന്ന പട്ടണത്തിൽ ഉണർവ് സംഭവിക്കാൻ പോകുന്നു. നിങ്ങളായിരിക്കുന്ന സഭയിൽ ഉണർവ് സംഭവിക്കുവാൻ പോകുന്നു. നിങ്ങളായിരിക്കുന്ന രാജ്യത്ത് ഉണർവ് സംഭവിക്കുവാൻ പോകുന്നു. നിങ്ങളായിരിക്കുന്ന കോണ്ടിനെന്റിൽ ഉണർവ് സംഭവിക്കുവാൻ പോകുന്നു. ഓ ഹല്ലേലൂയ! ഇത് ദൈവത്തിൻ്റെ ഹൃദയമാണ്. ഈ സ്വപ്നം ദൈവത്തിൻ്റെ ഹൃദയമാണ്. അവിടുന്ന് ഈ തലമുറയിൽ നമ്മുടെ നടുവിൽ ഇപ്പോൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. പുത്രന്മാർ എഴുന്നേൽക്കട്ടെ, ദൈവപുത്രന്മാർ എഴുന്നേൽക്കട്ടെ, ദൈവപുത്രന്മാർ എഴുന്നേൽക്കട്ടെ, ദൈവപുത്രന്മാർ എഴുന്നേൽക്കട്ടെ. ഈ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ചില യൗവനക്കാർ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കണം. നിങ്ങൾ ചിലപ്പോൾ ഒരു രാജ്യത്ത് പോയത് ജോലിക്ക് വേണ്ടിയായിരിക്കും, സർവൈവലിന് വേണ്ടിയായിരിക്കും. എൻ്റെ പ്രിയ സുഹൃത്ത് പാസ്റ്റർ റൈസൻ തോമസ് കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, നിങ്ങൾ ആ രാജ്യത്തായിരിക്കുന്നത് സർവൈവലിന് വേണ്ടിയല്ല, റിവൈവലിന് വേണ്ടിയാണ്. നിങ്ങളൊരു സർവൈവൽ മോഡിലായിരിക്കും നിങ്ങൾ ആ രാജ്യത്ത് പോയതെന്നാൽ ഈ ശബ്ദം ഇപ്പോൾ കേൾക്കുമ്പോൾ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുക. കർത്താവേ, ഞാൻ അങ്ങയുടെ വചനം പ്രഘോഷിക്കുവാൻ പോകുന്നു, ഞാനൊരു പ്രയർ മിനിസ്ട്രിയിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്നു. ചില യൗവനക്കാർ ഇപ്പോൾ തന്നെ കർത്താവിൻ്റെ വയലിൽ അധ്വാനിക്കുവാൻ വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ വിട്ടുകൊടുക്കട്ടെ. ഒരു തലമുറ എഴുന്നേറ്റ് വരട്ടെ, പുത്രന്മാർ എഴുന്നേറ്റ് വരട്ടെ, പുത്രന്മാർ, ദൈവപുത്രന്മാർ എഴുന്നേറ്റ് വരട്ടെ, ദൈവപുത്രന്മാർ എഴുന്നേറ്റ് വരട്ടെ, ദൈവപുത്രന്മാർ എഴുന്നേറ്റ് പറയട്ടെ, ദിസ് ഈസ് മൈ ഫാദേഴ്സ് പ്രോപ്പർട്ടി, ഇതെൻ്റെ അപ്പൻ്റെ സ്വത്താ, എൻ്റെ പിതാവിൻ്റെ സമ്പത്താ, ഞാനിത് വിട്ടുതരത്തില്ല. ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള വാല്യുബിൾ ആയിട്ടുള്ള ഈ സാധനം $25, $100 തട്ടിയെടുക്കുവാൻ വേണ്ടി ചില ഇൻഫ്ലുവൻസുകൾ ശ്രമം നടത്തുകയാണ്. വിട്ടുകൊടുക്കരുത്. ഇത്രയും വിലപിടിപ്പുള്ളൊരു കാര്യം വളരെ ചീപ്പായിട്ടുള്ളൊരു പ്രൈസിന് അവരത് തട്ടിയെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ വിട്ടുകൊടുക്കരുത്. നിൻ്റെ അപ്പൻ്റെ പ്രോപ്പർട്ടി നീ വിട്ടുകൊടുക്കരുത്. നിൻ്റെ അപ്പൻ്റെ പ്രോപ്പർട്ടി നീ വിട്ടുകൊടുക്കരുത്.
ഓ താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ നല്ല സന്ദർഭത്തിൽ അങ്ങയുടെ ശക്തമാകുന്ന സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുന്ന ഈ സന്ദർഭത്തിൽ അങ്ങയുടെ ജനത്തോട് അങ്ങ് ഇടപെട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവപുത്രന്മാർ എഴുന്നേൽക്കട്ടെ. ഈ ശബ്ദം കേൾക്കുന്ന സന്ദർഭത്തിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി ഇപ്പോൾ പറയുക, യേശുവേ, ഞാൻ എൻ്റെ ജീവിതത്തെ സമ്പൂർണ്ണമായി അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചിരുന്നു. അങ്ങയുടെ വയലിൽ അധ്വാനിക്കുവാൻ വേണ്ടി ഞാൻ എന്നെ ഏൽപ്പിക്കുകയാണ്. ഒരു ദൈവപുത്രനായി ഞാൻ എൻ്റെ സ്ഥാനത്ത് എഴുന്നേറ്റ് നിൽക്കുവാൻ തയ്യാറാകുന്നു. സമർപ്പിക്കുക. കർത്താവെ, ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുന്നവർ കർത്താവിൻ്റെ വയലിൽ അധ്വാനിക്കുവാൻ വേണ്ടി ഇപ്പോൾ സമർപ്പിക്കുന്നവർ, അവരുടെ മേൽ അഭിഷേകത്തിൻ്റെ ഒരു മാൻഡിൽ വന്നു വീഴട്ടെ. ഒരു തീ പുതപ്പിപ്പോൾ വന്നു വീഴട്ടെ. ചരിത്രം സൃഷ്ടിക്കുന്നവരായി അവർ തീരട്ടെ. ഈ തലമുറയിലെ സ്മിത്ത് വിഗിൾസ്വർത്തുകളായി അവർ തീരട്ടെ. റെയിൻഹാർഡ് ബോങ്കെകളായിട്ട് അവർ തീരട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഈ തലമുറയിലെ ജോൺ വെസ്ലിമാരായി അവർ തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ തലമുറയിലെ ജോർജ് ജെഫ്രിമാരായിട്ട് അവർ തീരട്ടെ. കർത്താവെ, ഉണർവ് ഉണർവ് ഉണർവെന്ന കറൻസി ഈ പ്രിയപ്പെട്ടവരുടെ കരങ്ങളിൽ അങ്ങ് ഏൽപ്പിക്കുവാൻ തയ്യാറാകുന്നുവല്ലോ. ദൈവപുത്രന്മാർ അവരുടെ സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കുകയാണെങ്കിൽ തങ്ങളുടെ അവകാശങ്ങൾ തിരിച്ചു പിടിക്കുവാൻ വേണ്ടി, ഫാദേഴ്സ് പ്രോപ്പർട്ടി തിരിച്ചു പിടിക്കുവാൻ വേണ്ടി അവരവരുടെ പൊസിഷനിൽ എഴുന്നേറ്റ് നിൽക്കുകയാണെങ്കിൽ, പരിശുദ്ധാത്മാവെ, അങ്ങ് റിവൈവൽ എന്ന കറൻസി അവരുടെ കരങ്ങളിൽ ഏൽപ്പിക്കുവാൻ പോകുന്നു. റിവൈവൽ എന്ന കറൻസി ഉപയോഗിച്ച് ദേശങ്ങളെ കർത്താവ് ഈ എൻഡ് ടൈം റിവൈവലിൽ തിരിച്ചു പിടിക്കുവാൻ പോകുന്ന ആ മഹാത്ഭുതങ്ങൾക്കായി സ്തോത്രം. രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നടക്കുന്ന എല്ലാവിധമാകുന്ന ലേലങ്ങളെയും ദൈവജനത്തിൻ്റെ അവകാശങ്ങളെ തട്ടിയെടുക്കുവാൻ വേണ്ടി നടത്തുന്ന സകല ലേലങ്ങളെയും ഞങ്ങൾ ക്യാൻസൽ ചെയ്തു പ്രാർത്ഥിക്കുന്നു. സംവിധാനത്തെ തന്നെ, ഈ ലോകത്തിലെ സംവിധാനത്തെ തന്നെ ലേലത്തിൽ പിടിക്കുവാൻ വേണ്ടി ശ്രമം നടത്തുന്ന ഗൂഢാലോചനകൾ നടക്കുന്ന അത്തരത്തിലുള്ള കേന്ദ്രങ്ങളിലെ അത്തരത്തിലുള്ള പദ്ധതികളെ യേശുക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ തകർത്തു പ്രാർത്ഥിക്കുകയാണ്. അങ്ങ് മഹാത്ഭുതങ്ങളെ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹാത്ഭുതങ്ങളെ അങ്ങ് ചെയ്യണമേ. ഒരു തലമുറയെ അങ്ങ് എഴുന്നേൽപ്പിക്കുന്നതിനായി സ്തോത്രം. അവരിലൂടെ ഉണർവ് പൊട്ടിപ്പുറപ്പെടുവാൻ പോകുന്നുവല്ലോ. വലിയ രോഗസൗഖ്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്നുവല്ലോ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സംഭവിക്കുവാൻ പോകുന്നുവല്ലോ. ആ അന്ത്യകാല ഉണർവിൻ്റെ ഭാഗമാകുവാൻ വിളിക്കപ്പെട്ടവരുടെ മേൽ ഇപ്പോൾ ഒരു തീ പുതപ്പ് വന്ന് വീഴട്ടെ. മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന ഈ നിമിഷത്തിൽ തന്നെ രോഗികൾ സൗഖ്യമാകട്ടെ. മാറാ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. മരണകരമാകുന്ന രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇപ്പോൾ വിടുതലുകൾ സ്വീകരിക്കുക. ഈ നിമിഷത്തിൽ വിടുതലുകൾ സ്വീകരിക്കുക. നിങ്ങളുടെ അത്ഭുതത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുന്നു. മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. അങ്ങയുടെ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. വളരെ പ്രാധാന്യമർഹിക്കുന്ന ഈ സന്ദേശം നിങ്ങൾ അനേകർക്ക് പങ്കുവയ്ക്കണം. അനേകർക്ക് നിങ്ങളിത് ഷെയർ ചെയ്യണം. എല്ലാവരുടെയും അരികിൽ ഈ സന്ദേശം എത്തിച്ചേരട്ടെ. അത് മുഖാന്തരം തന്നെ ഒരു വലിയ ഉണർവ് സംഭവിക്കട്ടെ. മാത്രമല്ല, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ വിനയപുരസ്സരം ഓർപ്പിക്കുന്നു. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെയിരിക്കും. ഗാഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.